എങ്ങനെയാണ് ഇങ്ങനൊരു ആത്മീയ ജീവിതം ഈ ചെറുപ്പകാലത്ത് തുടങ്ങിയത്? അത് നമ്മളിപ്പോൾ ജപിക്കാൻ സ്റ്റാർട്ട് ചെയ്യില്ലേ, സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഒരു ലിമിറ്റ് വെച്ചിട്ടാണ് ആദ്യം സ്റ്റാർട്ട് ചെയ്തത് ഞാൻ. അപ്പോൾ കുറച്ച് നേരം ജപിച്ച് കഴിയുമ്പോഴത്തേക്കും അത് മതിയാവണില്ല എന്നൊരു തോട്ട്. ഹിന്ദു മതം അല്ലെങ്കിൽ ഹിന്ദു ധർമ്മം നമ്മൾ അടിച്ചേൽപ്പിക്കുന്നില്ല. ഹിന്ദുയിസം മതമല്ലല്ലോ. ഹിന്ദുയിസം എന്ന് പറയുന്നത് ഒരു സംസ്കാരമല്ലേ. ടൈമുണ്ടോ? ടൈം എന്ന് പറയുന്ന സംഭവം ഉണ്ടോ? ഉണ്ടോന്ന് എനിക്കൊരു സംശയം. ടൈം ഉണ്ടെങ്കിൽ ഇപ്പൊ തുടങ്ങി ടൈം പറയാൻ പറ്റില്ല. അല്ല, ഇപ്പം നമ്മളിപ്പം ആരെങ്കിലും ഒരു കാര്യത്തിന് പോവുകയാണ്. അപ്പം നമ്മുടെ അടുത്ത് പറയുന്ന സമയത്ത് എനിക്കറിയാം അത് പോയിട്ട് കാര്യമില്ല എന്ന്. അപ്പം ഞാൻ പറയും പോകണ്ട, നടക്കാറില്ല. പക്ഷേ ചില കാര്യങ്ങൾ ഉണ്ടാവാൻ പോകുന്ന കാര്യങ്ങൾ നമ്മളിങ്ങനെ ഒരു ഫിലിമിൽ കണ്ട പോലെ നമുക്ക് നേരത്തെ തോന്നിയ കാര്യങ്ങളൊക്കെ പിന്നീട് നടക്കാറൊക്കെ ഉണ്ട്. ഇതൊക്കെ എനിക്ക് വളരെ കുഞ്ഞിലുണ്ടായിട്ടുള്ള കാര്യങ്ങളാണ്. നമസ്കാരം. ആത്മീയതയ്ക്ക് പ്രായമുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ പറയും പ്രായമില്ല. കാര്യം നമ്മുടെ അതിഥികൾ പ്രായം കൊണ്ട് പലരും നമ്മുടെ അതിഥികളായി വന്നിരിപ്പുണ്ട്. പക്ഷേ പ്രായം കൊണ്ട് ചെറുതായി ഒരുപാട് ആൾക്കാരും ഈ സീറ്റിൽ വന്നിരിക്കുന്നുണ്ട്. പക്ഷെ അങ്ങനെ ഒരു പ്രായമാണോ ആത്മീയതയ്ക്ക് ഒരു അളവുകോലെന്ന് പറഞ്ഞാൽ അല്ലാന്ന് പറയേണ്ടി വരും. അത്തരത്തിലൊരു അതിഥിയാണ് നമ്മോടൊപ്പം ഇന്ന്. മറ്റാരുമല്ല, അനശ്വര ജ്ഞാന. നമസ്കാരം. നമസ്കാരമൊക്കെ പറഞ്ഞ് നമ്മൾ വെറുതെ അങ്ങ് ഔപചാരികമായി പിന്നെ എന്തെങ്കിലും ആൾക്കാർ അങ്ങ് അറിഞ്ഞോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇതൊക്കെ പറഞ്ഞു. നമസ്കാരം കൊള്ളത്തില്ല. അല്ല, ഞാൻ ഈ പറഞ്ഞു പ്രായത്തിന്റെ കൂടുതൽ കുറവ് എന്നൊക്കെ പറഞ്ഞെങ്കിൽ ഞാൻ വെറുതെ പറഞ്ഞാണ് കേട്ടോ. അല്ല, പ്രായം അങ്ങനെയൊന്നുമില്ല. ഇല്ല, ഞാൻ പറഞ്ഞ കറക്റ്റ് ആയിരുന്നില്ലേ? അല്ലേ? അതെ അതെ, ആത്മീയതയ്ക്ക് പ്രായമൊന്നുമില്ല. ഇല്ല. അനശ്വരയ്ക്ക് എന്നായിരുന്നു ഈ ഒരു, നമ്മൾ ചോദിക്കും ഈ ആത്മീയ വഴിയിൽ നിങ്ങൾ എന്നാണ്? അങ്ങനെയൊന്നുമല്ല. നമുക്ക് ഒരു സ്പിരിച്വൽ ആയിട്ടുള്ള ആളെ സംബന്ധിച്ചിടത്തോളം അവർ ജന്മന അങ്ങനത്തെ ഒരു സിംറ്റംസ് ഒക്കെ കാണിക്കും. ഒരു ഈശ്വര വിശ്വാസം. എൻ്റെ വീട്ടിൽ അങ്ങനെ ഒരു വിശ്വാസികളൊന്നും അങ്ങനെയുള്ള ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഒന്നുമല്ല എൻ്റെ. പക്ഷെ എനിക്ക് മാത്രം ഒരു ഈശ്വര വിശ്വാസം, അമ്പലത്തിൽ പോകുമ്പോൾ ഒരു ഇഷ്ടം, പിന്നെ ഈശ്വരന്മാരെ കുറിച്ച് അറിയാനുള്ള ഒരു കൗതുകം, അങ്ങനെ സംഭവമൊക്കെ കൊച്ചിലുണ്ടായിരുന്നു. പക്ഷെ ഒരു ടീനേജിലെത്തിയപ്പോൾ അത് ഒരു അത്രയൊന്നും ഇല്ലാണ്ടായി. എനിക്കൊരു അറിയാൻ വേണ്ടി ചോദിക്കാം, വീട്ടുകാർക്ക് ഈശ്വര വിശ്വാസം ഇല്ല എന്ന് പറഞ്ഞു. സ്വാഭാവികമായിട്ട് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയിൽ ഇങ്ങനെ വിശ്വസിച്ചാൽ ചിലപ്പോൾ നിരീശ്വരവാദം കൊണ്ട് നടക്കുന്ന ഒരു ഫാമിലി. അല്ല, വിശ്വാസം ഇല്ല എന്നല്ല. നമ്മൾ ഡെയിലി വിളക്ക് വെച്ച് പൂജ ചെയ്യുക. അതുപോലെ സാധാരണ സന്ധ്യാദീപം കൊളുത്താറുണ്ട്. സന്ധ്യാദീപം അങ്ങനെയൊന്നും പ്രോപ്പറായിട്ടൊന്നും കത്തിക്കില്ല. അമ്മയ്ക്ക് മൂടുണ്ടെങ്കിൽ കത്തിക്കും, മൂടില്ലെങ്കിൽ കത്തിക്കില്ല. അങ്ങനെ വിശ്വാസമൊക്കെ ഉണ്ട്. പക്ഷെ അങ്ങനെ ഒരു തീവ്രമായിട്ടുള്ള ഒരു വിശ്വാസം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. അന്ന് ഇല്ലയെന്ന് ചോദിച്ചിട്ടുണ്ട്. അന്ന് ഒരു കുട്ടീനെ ഇങ്ങനെ പ്രോപ്പറായിട്ട് മോളെ ഇങ്ങനെ സന്ധ്യയാകുമ്പോൾ നമ്മൾ വിളക്ക് കത്തിക്കണം, നമ്മൾ പ്രാർത്ഥിക്കണം, പോകണം, അങ്ങനെയുള്ള ഒരു നിർബന്ധം. വേണമെങ്കിൽ പ്രാർത്ഥിച്ചോ, വേണമെങ്കിൽ പ്രാർത്ഥിക്കണ്ട. എനിക്ക് തോന്നുന്നു ഹിന്ദു മതം അല്ലെങ്കിൽ ഹിന്ദു ധർമ്മം നമ്മൾ അടിച്ചേൽപ്പിക്കുന്നില്ലല്ലോ. ഹിന്ദുയിസം അല്ലെങ്കിലും നിങ്ങൾക്ക് വേണമെങ്കിൽ അമ്പലത്തിൽ പോകാം, വിശ്വസിക്കാം. വിശ്വസിയായാലും കുഴപ്പമില്ല, വിശ്വസിയായാലും കുഴപ്പമില്ല. മാമോദിസ മുങ്ങിയാലും നിങ്ങൾ ഹിന്ദുവിന്റെ മുങ്ങിയില്ലെങ്കിലും അങ്ങനെ ഒരു ഹിന്ദുയിസം മതമല്ലല്ലോ. ഹിന്ദുയിസം എന്ന് പറയുന്നത് ഒരു സംസ്കാരമല്ലേ. സംസ്കാരം എന്ന് പറയുന്നത് ഓരോ വ്യക്തികൾ സ്വീകരിക്കേണ്ടതാണ്. ചിലർക്കത് പാരമ്പര്യമായിട്ടൊരു സംസ്കാരം ഉണ്ടാവും, ചിലർക്ക് അനുഭവങ്ങൾ കൊണ്ടൊരു സംസ്കാരം വന്നു ചേരും. അങ്ങനെയാണ്. അപ്പം ഹിന്ദുയിസം ഒരു സംസ്കാരമല്ല. പിന്നെ അത് മാത്രമല്ല, അത് അടിച്ചേൽപ്പിക്കേണ്ട ഒന്നുമല്ല. അടിച്ചേൽപ്പിച്ച ഒട്ടും മനസ്സിലാവില്ല. കാരണം എന്താ വെച്ചാൽ ഈ അറ്റം തൊട്ട് ആ അറ്റം വരെ നോക്കിയെത്തില്ല. അങ്ങനെ കിടക്കുന്ന ഒരു സംഭവമാണ് ഹിന്ദുയിസം. അപ്പം അത് നമ്മൾ അറിഞ്ഞാൽ ഭയങ്കര ലളിതമാണ്, അറിഞ്ഞില്ലെങ്കിൽ ഭയങ്കര കോംപ്ലിക്കേറ്റഡുമാണ്. സംശയം തോന്നുന്ന ഒരു സംഭവം. അതെ, എന്നൊരു ക്യൂരിയോസിറ്റി ആയിരിക്കും അറിയാൻ. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. എനിക്കൊരു ക്യൂരിയോസിറ്റിയാണ്. അറിവ് അങ്ങനെയാണ്. എങ്ങനെയാണ് ഇങ്ങനൊരു ആത്മീയ ജീവിതം ഈ ചെറുപ്പകാലത്ത് തുടങ്ങിയത്? അത് നമ്മളിപ്പോൾ ജപിക്കാൻ സ്റ്റാർട്ട് ചെയ്യില്ലേ, സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഒരു ലിമിറ്റ് വെച്ചിട്ടാണ് ആദ്യം സ്റ്റാർട്ട് ചെയ്തത് ഞാൻ. അപ്പോൾ കുറച്ച് നേരം ജപിച്ച് കഴിയുമ്പോഴത്തേക്കും അത് മതിയാവണില്ല എന്നൊരു തോട്ട്. പിന്നെ കുറച്ചും കൂടെ നേരം വേണം തോന്നുക, പിന്നെ കുറച്ചും കൂടെ നേരം തോന്നുക. പിന്നെ നമ്മൾ അൺകോൺഷ്യസ് ആയി പോകും. ഒരു കുറച്ച് നേരം ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ അൺകോൺഷ്യസ് ആയി പോകും. ആ അൺകോൺഷ്യസ് ആയി പോകുന്ന ആ സമയത്താണ് ശരിക്കുള്ളൊരു കോൺഷ്യസ്നെസ് ഉണ്ടാവുന്നത്. അതിനെ എക്സ്പീരിയൻസ് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ അതൊരു ലഹരി പോലെയാണ്. നമുക്കതിലൊരു അഡിക്ഷൻ വരും.
പിന്നെ കാരണം യൂണിവേഴ്സിൽ നമുക്ക് അറിയാൻ തുടങ്ങും, നമ്മുടെ ഇൻഡ്യൂഷൻസ് വർക്ക് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ഒബ്സർവ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ റിയാലിറ്റി ആയിട്ട് മാറുന്നത് അനുഭവിക്കാൻ പറ്റും. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് ആണ് നമുക്ക് അതിലേക്ക് തന്നെ നമ്മൾ സ്റ്റിക്ക് ഓൺ ചെയ്യിപ്പിക്കുന്നത്. ഈ നേരത്തെ പറഞ്ഞ ഇൻഡ്യൂഷൻസ് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ചിലപ്പോൾ നമുക്ക് നേരത്തെ അറിയാൻ പറ്റും. അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ നേരത്തെ അങ്ങനെ അറിയാൻ പറ്റിയിട്ടുണ്ടോ? അല്ല, ഞാൻ പറയുന്ന ഒരു കാര്യം പോലും തെറ്റിയിട്ടില്ല ഇതുവരെ. എനിക്കൊരു കാര്യം ഒബ്സർവ് ചെയ്താൽ അല്ല കണ്ടാൽ മനസ്സിലാവും ഇത് ഇങ്ങോട്ടാണ് പോകുന്നത്, ഇത് കറക്റ്റ് അങ്ങനെ സംഭവിക്കും. പിന്നെ ജ്ഞാനദൃഷ്ടി അറിയില്ല കേട്ടോ. ജ്ഞാനദൃഷ്ടി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഞാൻ വിചാരിച്ച കാര്യം അത് നടന്നു. അങ്ങനെ ഏതെങ്കിലും നടന്ന സംഭവം ഉണ്ടോ? പിന്നെ ഞാൻ വിചാരിച്ച എല്ലാ കാര്യം നടന്നിട്ടുണ്ട്. അപ്പൊ എന്താന്ന് പറഞ്ഞു? അങ്ങനെ എടുത്തു പറയണ്ട, ഞാൻ എന്റെ സ്വന്തം കാര്യത്തിൽ അങ്ങനെ വിചാരിച്ചിട്ടില്ല. വല്ലവരും കാര്യം ഇരുന്നാലും കുഴപ്പമില്ല. വേണ്ട. ഏതെങ്കിലും ഒരു അനുഭവം പറയാനുണ്ടോ? വേണ്ട, വേറെ ആൾക്കാരുടെ കാര്യം ഇങ്ങനെ പറയാ. അതും പറയാൻ പറ്റില്ല. അപ്പൊ നല്ലൊരു സന്യാസിയുടെ ലക്ഷണമാണ്. നമ്മൾ മറ്റൊരാളുടെ കാര്യം അങ്ങനെ പറയണ്ടല്ലോ. ചിലർക്ക് ഈ ഞാൻ ചോദിക്കാൻ കാരണം അല്ല, ഇപ്പം നമ്മളിപ്പം ആരെങ്കിലും ഒരു കാര്യത്തിന് പോവുകയാണ്, അപ്പം നമ്മുടെ അടുത്ത് പറയുന്ന സമയത്ത് എനിക്കറിയാം അത് പോയിട്ട് കാര്യമില്ല എന്ന്. അപ്പം ഞാൻ പറയും പോണ്ട, നടക്കാറില്ല. അത് ഈ വാക്ക് കേട്ട് ലംഘിച്ചു പോയിട്ട് അതിൻ്റെ ഒന്നുമല്ല, ഞാൻ പറഞ്ഞു കരുതാമായിരിക്കും. പക്ഷെ എനിക്ക് മനസ്സിലായത് നമ്മളുടെ ഇൻഡ്യൂഷൻസ് വർക്ക് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഒബ്സർവേഷൻസ് കറക്റ്റ് ആവുന്നുണ്ട്. അപ്പം നമുക്ക് ചില കാര്യങ്ങൾ അറിയാമായിരിക്കുമല്ലോ, അതായത് അവരിടപെടുന്ന ആളുകൾ, അവരുടെ ബിഹേവിയർ ഇവരോടുള്ളത്. അപ്പം ഇവർ ആ കാര്യം നമ്മളോട് ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് ഏകദേശം പിടികിട്ടും. അതാണോ ഈ ആറാം ഇന്ദ്രിയം എന്ന് പറയുന്നത്? അത് തന്നെയാണോ നമ്മൾ സിക്സ്ത് സെൻസ് എന്ന് പറയുന്നത്? അത് തന്നെയാണോ? സിക്സ്ത് സെൻസ് എന്താണെന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ നമ്മൾ ഈ ഇൻഡ്യൂഷൻ തന്നെയാണോ, അല്ലെങ്കിൽ നമ്മൾ നടക്കുന്ന കാര്യങ്ങൾ നേരത്തെ അറിയുന്നത് തന്നെയാണോ ഈ ആറാം ഇന്ദ്രിയം അല്ലെങ്കിൽ സിക്സ്ത് സെൻസ് എന്നൊക്കെ പറയുന്നത്? ആയിരിക്കാം. പക്ഷേ ചില കാര്യങ്ങൾ ഉണ്ടാവാൻ പോകുന്ന കാര്യങ്ങൾ നമ്മളിങ്ങനെ ഒരു ഫിലിമിൽ കണ്ട പോലെ നമുക്ക് നേരത്തെ തോന്നിയ കാര്യങ്ങളൊക്കെ പിന്നീട് നടക്കാറൊക്കെ ഉണ്ട്. ഇതൊക്കെ എനിക്ക് വളരെ കുഞ്ഞിലുണ്ടായിട്ടുള്ള കാര്യങ്ങളാണ്. എന്നുവെച്ചാൽ നമ്മൾ ഇതിങ്ങനെ സംഭവിക്കും. ഞാനും അച്ഛനും കൂടെ ഒരു ദിവസം വണ്ടിയിൽ പോകുമ്പോൾ ഒരു വണ്ടി വന്ന് ഞങ്ങളുടെ മിററിൻ്റെ സൈഡിൽ ഇടിച്ചിട്ട് ഒരു ഗ്ലാസ് പൊട്ടി അകത്തേക്ക് തെറിക്കുന്നത് ഞാൻ ഒരു പ്രാവശ്യം ഇങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ സംഭവിച്ചിട്ടുണ്ട്. ഞാൻ അച്ഛനും കൂടെ പോകുമ്പോൾ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അതൊക്കെ കുട്ടിയിലാണ്. ഇപ്പം അങ്ങനെയൊന്നും അല്ല. അതിന് നമുക്ക് ഈ ടൈം സ്ലിപ്പ് അതൊന്നും പറയാൻ പറ്റില്ലല്ലോ. എന്താ ടൈം സ്ലിപ്പ്? ഇല്ലില്ല, അങ്ങനെയൊന്നുമില്ല. ടൈം ഉണ്ടോ? ടൈം എന്ന് പറയുന്ന സംഭവം ഉണ്ടോ? ഉണ്ടോന്ന് എനിക്കൊരു സംശയം. ടൈം ഉണ്ടെങ്കിൽ എപ്പോൾ തുടങ്ങി ടൈം പറയാൻ പറ്റില്ല. ടൈം എപ്പോൾ തുടങ്ങി? ഇതൊക്കെ മായാണ്, ഇല്യൂഷനാണ്. ടൈമൊന്നുമില്ല. ഇല്ല, ടൈമില്ല. ടൈം ഇല്യൂഷനാണ്, ഒരു മായയാണ് ടൈം. എങ്കിൽ ടൈം തുടങ്ങിയത് എപ്പോഴാ? എനിക്ക് പറയാൻ പറ്റില്ല. നമുക്ക് പറയാൻ പറ്റാത്തതുണ്ടെന്ന് നമ്മളെങ്ങനെ പറയാ? നമ്മളൊരു സംഭവം എന്താ പഠിച്ചു വെച്ചേക്കാണ്, ഇതാണ്. പിന്നെ നമ്മൾ കുറച്ച് നിഗൂഢമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ സ്യൂഡോ സയൻസ് എന്ന് വിളിക്കും. സയൻസിന് കണ്ടെത്താൻ പറ്റാത്തതിനെയാണ് സ്യൂഡോ സയൻസ് എന്ന് വിളിക്കുന്നത്. ഇന്നല്ലെങ്കിൽ നാളെ ചിലപ്പോൾ അത് കണ്ടെത്തുമ്പോൾ സ്യൂഡോ സയൻസ് അല്ലാതെയാവും. അങ്ങനെ തന്നെയാണല്ലോ ഇപ്പോഴെല്ലാം. അത്രേ ഉള്ളൂ. ഒരാൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റാത്തതിനെ വിശ്വസിക്കാൻ അവർക്ക് പറ്റില്ല. അപ്പോൾ പറ്റാത്തതിനെ അടിച്ചേൽപ്പിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. പക്ഷെ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഏതൊരു മനുഷ്യൻ്റെയും കോമൺ സെൻസ് വെച്ച് ആലോചിച്ചാൽ അവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ എല്ലാം, അല്ലേ? ഇപ്പം എൻ്റെ അടുത്ത് ടൈമിൻ്റെ കാര്യം പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു എങ്കിൽ ടൈം എപ്പോൾ തുടങ്ങി നമുക്ക് പറയാൻ പറ്റണില്ല. അപ്പം നമുക്ക് സ്വയം മനസ്സിലാക്കാവുന്നതല്ലേ ഉള്ളൂ ടൈമില്ല എന്നുള്ളത്. അങ്ങനെ ഒരു ടൈമില്ല. എല്ലാവരും പറയും എനിക്ക് എൻ്റെ സമയമാണ്, അവൻ്റെ സമയം ശരിയല്ല, അതുകൊണ്ടാണ് അവൻ നന്നാവാത്തത്. അല്ല, അങ്ങനെയൊന്നുമില്ല. സമയം ശരിയല്ലാത്തതുണ്ട്. ഇപ്പം പറയില്ല നിങ്ങൾക്ക് 7.2 ശനി 7 വർഷം അല്ലെങ്കിൽ 7.5 വർഷമാണ് 7.2 ശനി ഉള്ളത്. പിന്നെ അല്ലെങ്കിൽ നിനക്ക് അടുത്ത് വ്യാഴത്തിൻ്റെ മനുഷ്യനായിട്ട് ജനിച്ചു കഴിഞ്ഞാൽ മനുഷ്യൻ്റെതായിട്ടുള്ള എല്ലാ ഇമോഷൻസും നമ്മൾ അനുഭവിക്കണം. സന്തോഷിക്കണം, കരയണം, ചിരിക്കണം. ഇതൊന്നുമില്ല എന്ന് പറഞ്ഞിട്ടിരിക്കുന്ന ആൾക്കാരുണ്ടല്ലോ. അതായത് സ്പിരിച്വാലിറ്റി, അതാണ് കാര്യം. ഞാൻ സ്പിരിച്വലാണ്, അതുകൊണ്ട് എനിക്ക് ഇമോഷൻസ് ഒന്നുമില്ല. അല്ലെങ്കിൽ ഒരാൾ സ്പിരിച്വൽ പേഴ്സൺ ആയാൽ അയാൾക്ക് ഇമോഷൻസ് ഉണ്ടാവില്ല. അങ്ങനെ ഇമോഷൻസ് ഉണ്ടാവില്ല എന്നുള്ളതല്ല അതിൻ്റെ കാര്യം. ഇമോഷൻസ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇപ്പം എനിക്ക് സങ്കടം വരുമ്പോൾ ഞാൻ നന്നായി കരയും. പക്ഷെ അതിൻ്റെ ദൈർഘ്യം കുറവായിരിക്കും. ഒരാൾ മാസങ്ങൾ വർഷങ്ങളൊക്കെ എടുത്ത് റിക്കവർ ചെയ്യുന്ന കാര്യം നമ്മളൊരു 1/2 മണിക്കൂർ കൊണ്ടൊക്കെ റിക്കവർ ആവും.
അത്രേ ഉള്ളൂ. അതൊരു വലിയ ആ കാര്യമാണ്. അതാണ് ശരിക്കും സംഭവിക്കുന്നത്. അല്ലാണ്ട് ഇമോഷൻസ് ഇല്ലാണ്ടാവല്ല. അപ്പോൾ ഇമോഷൻസ് ഇല്ലാണ്ടാവണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ എവിടെയെങ്കിലും പോയിട്ട് ഒളിച്ചിരിക്കണം. ഇങ്ങനെ ജപിച്ച് മെഡിറ്റേറ്റ് ഒക്കെ ചെയ്ത് ഇങ്ങനെ ഒളിച്ചിരിക്കണം. ഒരു സ്പേസിൽ, നമ്മുടേതായിട്ടുള്ള സ്പേസിൽ പോയിട്ട് നമ്മൾ ഒന്നും ബാധിക്കരുതല്ലോ. ബന്ധങ്ങൾ ഉണ്ടാവരുത്, ഫ്രണ്ട്സ് ഉണ്ടാവരുത്, ഒരു തരത്തിലുള്ള ആളുകളുമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻസോ അല്ലെങ്കിൽ ഒരു ട്രാൻസാക്ഷൻസോ ഒന്നും ഉണ്ടാവാൻ പാടില്ല. അങ്ങനെയുള്ള ആൾക്ക് പിന്നെ ഇമോഷൻ വരേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് അങ്ങനെ ഒതുങ്ങിപ്പോയിരുന്നാൽ ഇമോഷൻസ് ഉണ്ടാവില്ലായിരിക്കാം, എനിക്കറിയില്ല. പക്ഷേ ശരിക്കും പറഞ്ഞാൽ നമ്മൾ എന്താണോ നമ്മുടെ ലൈഫിലുള്ളത് അതിനെ മുഴുവൻ ഫേസ് ചെയ്തുകൊണ്ട് സ്പിരിച്വാലിറ്റീനെ എക്സ്പീരിയൻസ് ചെയ്യണം. തീർച്ചയായും മെറ്റീരിയലിസ്റ്റിക് ആയിരിക്കണം, സെയിം ടൈം സ്പിരിച്വൽ ആയിരിക്കണം ഒരു മനുഷ്യൻ. അപ്പോഴല്ല അതിനൊരു പൂർണ്ണത ഉണ്ടാവുക.